അപ്പോൾ ഗൈസ് മിലാൻ സ്ക്വാഡിൽ ഓരോ പ്ലേയേഴ്സിനെ പറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ പറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഗോൾ കീപ്പറായിട്ട് ഞാൻ ഡിഡയാണ് പറഞ്ഞത്. മഡിഡ ബ്രസീലിന് വേണ്ടിയും മിലാനിന് വേണ്ടിയും കളിച്ചൊരു താരമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ഡൈവിങ്ങും GK പാസിങ്ങും ഒക്കെ ഉള്ള അടിപൊളി ഒരു ഗോൾ കീപ്പറായിരുന്നു. മിലാനിന് വേണ്ടിയും ബ്രസീലിന് വേണ്ടി കളിച്ച ലെജൻഡറി ഗോൾ കീപ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബ്രസീലിൽ അലിസൺ കളിച്ചിട്ടുണ്ടെങ്കിലും ഡിഡയും ബ്രസീലിന് വേണ്ടി കളിച്ച വളരെ മനോഹരമായ ഒരു താരമായിരുന്നു. മിലാനിന് വേണ്ടി വളരെ അടിപൊളി ഡൈവുകളും ടോപ്പ് കോണിലേക്ക് പോലും അടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അറ്റാക്കേഴ്സിന്. അറ്റാക്കേഴ്സ് എല്ലാം പേടിച്ചു പോയിരുന്നു മിലാൻ്റെ കൂടെ കളിക്കാൻ. കാരണം അവരുടെ ഗോൾ കീപ്പർ ഡിഡയും ശക്തമായ ഡിഫൻസുള്ള ക്ലബ്ബാണ് മിലാന്. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് പൗളോ മാൾഡീനയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ്. ഒരു ടാക്കിളുകളോ അങ്ങനത്തെ മീൻസ് ഫൗളുകളൊന്നും വെക്കാതെ സുഖമായിട്ട് വന്ന് അറ്റാക്കേഴ്സിൻ്റെ അതിൽ നിന്ന് എടുക്കുന്ന ഒരു ഡിഫൻഡറാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡറാണെന്ന് ചോദിച്ചാൽ ഞാൻ മാൾഡീനിയെ പറയുള്ളൂ. അത്രയും ബെസ്റ്റ് ഡിഫൻഡറാണ് പൗളോ മാൾഡീനി. അപ്പം ബാക്കിയുള്ളവരെ കുറിച്ച് നമ്മളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ടാറ്റ ബൈ ബൈ.